പിണറായി അല്ലാതെ മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ അമ്മോച്ചനും മരുമോനും ആ കുടുംബവും അല്ലാതെ ആ അടുക്കളപ്പുറത്തിന് വെളിയിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ആ പാർട്ടിയെ സംബന്ധിച്ചില്ല. തരൂർ മുതൽ ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിക്കകത്തുണ്ട്. UDF-ൽ നിന്ന് തന്നെയുള്ള പല നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത് ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തരൂർ നിലവിൽ ഒരു MP ആണ്. MP-മാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട പാർട്ടി. ആ പേടി പോലും തരൂര് ചില കാര്യങ്ങളിൽ കാണിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണമായി ഏറ്റവും ആദ്യം പിന്തുണച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. തരൂർ ഒറ്റയ്ക്ക് ജയിക്കില്ലല്ലോ. അവരാണ് ആദ്യ തവണ 1 ലക്ഷത്തോളം വോട്ടിന് തരൂരിനെ ജയിപ്പിക്കുന്നത്. ആ 1 ലക്ഷം വോട്ടിൽ നിന്ന് ഇപ്പോൾ 15,000-ൽ എത്തി നിന്നപ്പോൾ ആ അവസ്ഥയിൽ പോലും തരൂർ വീണു പോകാതെ പിടിച്ചു നിർത്തിയത് ആ സാധാരണക്കാരായ പ്രവർത്തകരാണ്. ആ നിലപാടെടുക്കുന്നതിൽ തരൂർ നിലവിൽ അടുത്തിടെയായി കുറെ പിന്നോക്കം പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ ഫലം അനുസരിച്ച് UDF അധികാരത്തിലേറുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് അവകാശമുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി ശശി തരൂരാണ് എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഒന്ന് UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടേതൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അവിടെ ഒരാൾക്ക് ഒരു ഏകാധിപത്യത്തിന് യാതൊരുവിധ സാധ്യതയുമില്ല. ഇപ്പോൾ പിണറായി അല്ലാതെ മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ അമ്മോച്ചനും മരുമോനും ആ കുടുംബവും അല്ലാതെ ആ അടുക്കളപ്പുറത്തിന് വെളിയിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ആ പാർട്ടിയെ സംബന്ധിച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ച് തരൂർ മുതൽ ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അണ്ടർലൈനിങ് ദ വേർഡ് തരൂർ മുതൽ ഒരുപാട് പേർ, VD സതീശനാവട്ടെ, ശ്രീ രമേശ് ചെന്നിത്തലയാവട്ടെ, ACC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാവട്ടെ, അങ്ങനെ തുടങ്ങി ഒരു ഡസൻ നേതാക്കൾ കേരളത്തെ നയിക്കാൻ നേതൃസമ്പന്നതയുള്ള, അതിനുള്ള കഴിവുള്ള, പ്രാപ്തിയുള്ള നേതാക്കളുണ്ട്. അവരിൽ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നത് പ്രൈമറിലി തിരഞ്ഞെടുക്കേണ്ടത് ജനമാണ്. രണ്ടാമത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അങ്ങേക്കറിയാം, സാധാരണ ഒരു നിയമസഭയിൽ നമുക്ക് ലീഡ് കിട്ടിയാൽ, കോൺഗ്രസിന് ലീഡ് കിട്ടിയാൽ അവിടെ ആരാണ് CLP ലീഡറാവുക? കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിൻ്റെ 2 അല്ലെങ്കിൽ 3 ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന നേതാക്കൾ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെയുള്ള MLA-മാരുടെ അഭിപ്രായം മാനിച്ച് ഏറ്റവും കൂടുതൽ MLA-മാർ 6 പേര് പറയുന്നു അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രൊസീജിയർ. സ്വാഭാവികമായും അതുണ്ടാവും. ഇപ്പോൾ തരൂർ നിലവിൽ ഒരു MP ആണ്. MP ആയിട്ടുള്ള ഒരാൾക്ക് MP-മാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മത്സരിക്കാൻ MP-മാരെ നിയോഗിക്കുമെന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സർവേ ഫലം ശശി തരൂർ തന്നെ തന്റെ X-ൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് ഞാൻ ആയിരിക്കാം എന്നുള്ള രീതിയിൽ കൈകൂപ്പുന്ന ഒരു ഇമോജിയോട് കൂടിയാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തെ പറ്റി ഒരു നല്ല കാര്യം വരുമ്പോൾ അദ്ദേഹം റീപോസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ അത് റീപോസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അതിൻ്റെ സമയം ഇതാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത് ശ്രീ ശശി തരൂരാണ്. ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരന് ഒരു സാമാന്യ ബോധം പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള വിവരമൊന്നും എനിക്കുണ്ട് എന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല. അപ്പോൾ അത് ചെയ്തത് ശരിയാണോ, അതൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ആണോ, ചൈൽഡിഷ്നെസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. 2, ശ്രീ തരൂർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തലമറന്ന് എണ്ണ തേക്കരുത് തരൂർ എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇതൊരു പക്ഷേ പാർട്ടി അച്ചടക്കത്തിന് വെളിയിലായി പോകുമോ എന്ന പേടി എനിക്കുണ്ട്. ആ പേടി പോലും തരൂര് ചില കാര്യങ്ങളിൽ കാണിക്കുന്നില്ല. സ്വാഭാവികമായും രാജ്യത്തുടനീളം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ്റിനെതിരായ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന് വിവിധ കക്ഷികൾ ഒന്നിച്ചു നിൽക്കുകയാണ്. നോക്കൂ, അധികാരമില്ലാഞ്ഞിട്ട് പോലും ലോക്സഭയിലും പാർലമെൻറ്റിലും ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഓരോ വോട്ട് പോലും വെളിയിൽ പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഓരോ ബില്ലും ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിന് വേണ്ടി മാത്രം ഉണ്ടായതാണ് എന്ന് പലരും പറയുമ്പോൾ ആ ഇന്ത്യ ബ്ലോക്ക് അധികാരം കിട്ടിയില്ല എന്ന് കണ്ട ശേഷവും 6-7 മാസം കഴിഞ്ഞ് വരുന്ന ബില്ലുകളിലും ഒരുമിച്ച് നിൽക്കുകയാണ്. അതായത് രാജ്യത്തുടനീളമുള്ള പ്രതിപക്ഷ ഐക്യ മുന്നണികൾ, അതിൻ്റെ വിവിധ നേതാക്കൾ, മുഖ്യമന്ത്രിമാരായി ഇരുന്നവർ, കേന്ദ്രമന്ത്രിമാരായി ഇരുന്നവർ എല്ലാം രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു വിഭിന്ന സ്വരം ഉയർത്തുക എന്നുള്ളത് അത് തരൂരല്ല ആരാണെങ്കിലും അത് പാർട്ടി ലൈന് വെളിയിലാണ്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. അത് പറയുന്നതിൽ തെറ്റുണ്ട്. തരൂരിന് അതിന് വെളിയിൽ പറയാമെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതിലും തെറ്റുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ നോക്കൂ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അടിയന്തരാവസ്ഥയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ
അത് അതിൻ്റെ ഒരു ഏതാ പറയുന്നത് BJP എന്താണോ പറയുന്നത് ആ ഒരു ലൈൻ പറയുക എന്ന് ശരിയല്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണമായി ഏറ്റവും ആദ്യം പിന്തുണച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഇതൊരു പാക് സ്പോൺസേഡ് ടെററിസമാണ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ CWC ആണ്. BJP പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. BJPയുടെ കേന്ദ്ര നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവാം. BJP ആസ് എ പാർട്ടി അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങളാണ് ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം CWC വിളിച്ചു ചേർത്ത് മൂന്നാമത്തെ ദിവസം ശ്രീ ജയറാം രമേശ് ACC ആസ്ഥാനത്ത് നടക്കുന്ന പ്രസ് മീറ്റിൽ ഇത് പറയുന്നത് ഇത് പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസമാണ് എന്ന്. പക്ഷേ തരൂർ എന്താണ് ചെയ്തത്? തരൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ ചില അപാകതകൾ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരായി നിൽക്കുക എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ കയ്യിലെ ആയുധമാകുക എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം തരൂർ ഒറ്റയ്ക്ക് ജയിക്കില്ലല്ലോ. ഇപ്പം ഞാൻ നാളെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ ആവാൻ മത്സരിക്കുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ഇപ്പോൾ MP സ്ഥാനം അദ്ദേഹത്തിന് എത്രയോ തവണ കിട്ടി, കേന്ദ്രമന്ത്രി പദം കിട്ടി, UN സെക്രട്ടറി അണ്ടർ സെക്രട്ടറി ജനറലായി മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്ന അന്നത്തെ UPA ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ നാളെ രാവിലെ ഏതാണ് കലക്കി ചുട്ട് കഴിക്കേണ്ട ദോശയുടെ മാവെടുത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവരുണ്ട് ഈ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ, ഇത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അവിടെ ഈ പറയുന്ന പൂവാറ് അല്ലെങ്കിൽ ഈ പറയുന്ന നെയ്യാറ്റിൻകര അടക്കം അവിടെ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ഞങ്ങളുടെ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. അവരാണ് ഈ വോട്ട് പ്രൊക്വയർ ചെയ്തത്. അവരാണ് ആദ്യ തവണ 1 ലക്ഷത്തോളം വോട്ടിന് തരൂരിനെ ജയിപ്പിക്കുന്നത്. ആ 1 ലക്ഷം വോട്ടിൽ നിന്ന് ഇപ്പോൾ 15,000-ൽ എത്തി നിന്നപ്പോൾ ആ അവസ്ഥയിൽ പോലും തരൂർ വീണ് പോകാതെ പിടിച്ചു നിർത്തിയത് ആ സാധാരണക്കാരായ പ്രവർത്തകരാണ്. അവരുടെ വികാരത്തെ മാനിക്കാതെ സംസാരിക്കുക എന്ന് പറയുന്നത് ഏത് നേതാവാണെങ്കിലും ആരാണെങ്കിലും, ഇപ്പം ഞാനൊരു ആസ് എ സ്പോക്ക് പേഴ്സൺ ഞാനാണെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാതെ സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് ശ്രീ തരൂർ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഗ്രസ് ലൈൻ സംസാരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന ഒരു പൊതു മിനിമം രാഷ്ട്രീയമുണ്ട്. ആ പൊതു മിനിമം രാഷ്ട്രീയം സംസാരിക്കാൻ തയ്യാറാവാതെ ഞാൻ ആ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇപ്പോൾ ഈ സർവേ ഫലം പുറത്ത് വന്ന സമയത്ത് UDF-ൽ നിന്ന് തന്നെയുള്ള പല നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത് ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്നാണ് എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അതേസമയം ശശി തരൂരിന്റെ പല തീരുമാനങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി ചെയ്യരുത് എന്ന് പറയുന്നത് എന്തോ അത് ചെയ്യുന്ന ഒരു രീതിയാണ് ശശി തരൂരിന്റെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഭിന്നമായൊരു, അതായത് പാർട്ടിയിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ 2 രീതിയിൽ ചിന്തിക്കുന്ന 2 ആളുകളാണ് ഈ ശശി തരൂരും പാർട്ടിയും എന്ന് പറയുന്നത്. എന്നിട്ടും UDF-ലുള്ള 28% ആളുകൾ ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? നമുക്കറിയാം VD സതീശനെയൊക്കെ ക്യാപ്റ്റൻ എന്നും ലീഡർ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം പോലും ആയിട്ടില്ല, അതിനുള്ളിലാണ് മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂർ വരുമെന്ന് പറയുന്നത്. ഒരു സർവേ എന്ന് പറയുന്നത് ആരുടെ സർവേ ആണ് എന്ന് എനിക്കറിയില്ല, ആരുമായിക്കോട്ടെ, ഒരു സർവേ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ എത്ര പേരെ എടുത്തിട്ട് പഠിച്ചിട്ടുള്ളതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ 0.000% ആയിരിക്കും ചിലപ്പോൾ പഠനമുണ്ടായിരിക്കുന്ന സാമ്പിൾ സൈസ്. അപ്പോൾ സ്വാഭാവികമായി അതിൽ എത്ര പേര് എന്താ അഭിപ്രായം പറഞ്ഞു എന്നതൊന്നും കേരളത്തിൻ്റെ പൊതുചിന്തയായിട്ട് ഞാൻ കാണുന്നില്ല. തരൂർ മിടുക്കനാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ആ യോഗ്യതയില്ല, അതിനുള്ള കോമ്പിറ്റൻസി അദ്ദേഹത്തിനില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു പാർട്ടി ലൈനുണ്ട്. രണ്ടാമത് ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ, അവർ പൊളിറ്റിക്കലി ലിറ്ററേറ്റഡ് ആണ്. അങ്ങനെയുള്ളവർ ഈ രാഷ്ട്രീയ സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനമാണ് ഏത്? കേരളം. അപ്പോൾ അവർക്ക് എടുത്തു വരുന്ന രാഷ്ട്രീയ നിലപാടാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നത്. മറ്റേതൊരു ഡിപ്ലോമാറ്റോ ഒരു എഡ്യൂക്കേഷനിസ്റ്റോ ഒക്കെ ആക്കുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, BJP തന്നെ തരൂരിനോടൊപ്പം തന്നെ തുലനം ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ മെട്രോമാൻ E. ശ്രീധരൻ. തരൂരിൻ്റെ അത്രയും തന്നെ വിദ്യാഭ്യാസമുള്ള, അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള, അത്രയും തന്നെ കഴിവ് തെളിയിച്ച ആളാണ് മെട്രോമാൻ E. ശ്രീധരൻ. സംശയമില്ലല്ലോ. തരൂരിൻ്റെ താഴെയൊന്നുമല്ലല്ലോ, തരൂരിനൊപ്പമാണ്. പക്ഷേ E. ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കേരളത്തിൽ BJP അവതരിപ്പിച്ചിട്ട് ഉണ്ടായിരുന്ന 1 സീറ്റ് കൂടി പോയി എന്നല്ലാതെ അവർക്ക് 1 സീറ്റ് പോലും പിടിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എഴുത്തിന്, പ്രാഗൽഭ്യത്തിന്, കഴിവുകൾക്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് എടുത്തു വരുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊരു വോട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട്, ഒന്നാമത്തെ വോട്ട്. ആ നിലപാടെടുക്കുന്നതിൽ തരൂർ നിലവിൽ അടുത്തിടെയായി കുറേ പിന്നോക്കം പോകുന്നുണ്ട് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്.